ഹായ്, ഞാനിപ്പോൾ ഉള്ളത് മോൺട്രിയലിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഓൾഡ് പോർട്ടിലാണ്. ഇവിടെ ഞാൻ മെട്രോന്ന് വന്ന് ഇറങ്ങി. ഇന്ന് നല്ലൊരു സണ്ണി ഡേ ആയിരുന്നു. ഈ ബിൽഡിംഗ് മോൺട്രിയലിലെ സിറ്റി ഹാളാണ്. ഇവിടെയാണ് മേയറൊക്കെ വർക്ക് ചെയ്യുന്നത്. ഈ ബിൽഡിംഗ് പണിഞ്ഞത് 1878 പക്ഷേ ഒരു ഫയർ കാരണം ഇത് ഡിസ്ട്രോയ് ആയിപ്പോയി. അതിനുശേഷം 1922 രണ്ടാമത് പണിഞ്ഞതാണ് ഈ ബിൽഡിംഗ്. പിന്നെ ഇവിടെ ഒരുപാട് കഫേസൊക്കെ ഉണ്ട്. ഇങ്ങനെ പുറത്തോട്ട് ഇരിക്കുന്നത് ആക്ച്വലി ഫ്രഞ്ച് സ്റ്റൈലാണ്, യൂറോപ്യൻ സ്റ്റൈലാണ് കഫേയുടെ പുറത്തിരുന്ന് ഫുഡ് കഴിക്കുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്, പെയിൻറ്റിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ആർട്ടിനെ സപ്പോർട്ട് ചെയ്യണതാണ് ഇവിടെ മോൺട്രിയലിൽ. എപ്പോഴും എന്തെങ്കിലും ആർട്ടൊക്കെ നടക്കും. പിന്നെ ഇത് വൺ ഓഫ് ദ ഐക്കോണിക് സ്ഥലമാണ്. ഇവിടെ ഒരുപാട് ഫോട്ടോഗ്രാഫ്സൊക്കെ എല്ലാവരും എടുക്കാറുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ കടലാസ് പൂവാണ്. അതിൽ ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ട് രാത്രിയും കാണാൻ ഒരുപാട് ഭംഗിയാണ്. ഇവിടെ ഒരുപാട് കഫേസ്, ആർട്ട് ഗാലറി, ബുട്ടീക്ക് അങ്ങനെ ഒരുപാട് കടകളാണ് ഉള്ളത്. ഇതിലും കൂടുതൽ കാണിക്കാനുണ്ട്. ഇതിൻ്റെ അകത്തോട്ടൊക്കെ പോകുമ്പോൾ ശരിക്കും ഒരു യൂറോപ്യൻ വൈബാണ്. നമ്മൾ കാനഡയിലാണെന്ന് തോന്നത്തേ ഇല്ല. ഞാനത് വേറൊരു വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഇതാണ് മെയിൻ ഒബ്സർവേഷൻ വീൽ. ഇവിടുത്തെ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ മോൺട്രിയൽ മുകളിൽ നിന്ന് ഫുള്ളായിട്ട് കാണാൻ പറ്റുമെന്നാണ് പറയണത്. നൈറ്റ് വ്യൂ ആണ് കുറച്ചും കൂടെ ഭംഗി. ഈവനിങ് എല്ലാവരും റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ടാണ് വന്നിരിക്കണത്. പിന്നെ ഇവിടെ ഒരുപാട് സൈക്ലിങ്, കയാക്കിങ്, സ്കേറ്റിങ്, വിൻ്ററിൽ സ്കേറ്റിങ് അങ്ങനെ നടക്കാറുണ്ട്. പിന്നെ ഫെസ്റ്റിവൽസൊക്കെ ഒരുപാട് ഇവിടെയാണ് അറേഞ്ച് ചെയ്യണത്. ഇതൊരു ചെറിയൊരു ലേക്കാണ്. അപ്പുറത്ത് സെൻറ്റ് ലോറൻസ് റിവറാണ് ഉള്ളത്. പിന്നെ ഇപ്പോൾ കരീബിയൻ ഫെസ്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ നൈറ്റിൽ എല്ലാ സൺഡേയും തേഴ്സ്ഡേയും ഫയർ വർക്ക്സ് നടക്കും. പല കൺട്രീസിൻ്റെയും ഫയർ വർക്ക്സാണ് നടക്കുന്നത്. അത് ഒരു കോമ്പറ്റീഷൻ പോലെ ആണ് നടക്കുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് സുവനിയർ ഷോപ്സ്, പിന്നെ ഫുഡ് ട്രക്കൊക്കെ ഒരുപാടുണ്ട്. ഇവിടെ ഒരു ലേഡി ഡാൻസ് കളിക്കുകയാണ്. ചില സമയത്ത് വരുമ്പോൾ ബെല്ലി ഡാൻസ് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആർട്ട് ഫോം ഉണ്ടാകാറുണ്ട്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ നല്ല വൈബാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഫുള്ളി ഒരു യൂറോപ്യൻ സ്റ്റൈലാണ് എല്ലാ ആർക്കിടെക്ചറും. ഇത് പകുതിയെ ഞാൻ ആക്ച്വലി വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. ഒരുപാട് ഇനിയും കാണിക്കാനുണ്ട്. അത് വേറൊരു വീഡിയോയിൽ ഫുള്ളായിട്ട് ഇടാം. താങ്ക് യു ഫോർ വാച്ചിങ്.